ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അക്കാദമിക് ലോകത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. മതഗ്രന്ഥങ്ങളിൽ സ്ത്രീയും പുരുഷനും തുല്യരാണോ, അല്ലെങ്കിൽ പല മതനിയമങ്ങളും പുരുഷകേന്ദ്രമായ സമൂഹത്തിന്റെ പ്രതിഫലനമാണോ എന്ന ചോദ്യം. പലരും പറയുന്നത് മതത്തിന്റെ അടിസ്ഥാന സന്ദേശം കരുണയും നീതിയും മനുഷ്യഗൗരവവുമാണ് എന്നാണ്. പക്ഷേ വിമർശകർ ചോദിക്കുന്നത്, സ്ത്രീ വിഷയങ്ങളിൽ ഈ കരുണയും നീതിയും വ്യക്തമായി കാണുന്നില്ലെങ്കിൽ ആ വാദം എത്രത്തോളം യുക്തിപരമാണെന്ന് ആണ്. ഈ ചർച്ചയിൽ അക്കാദമിക് ലോകം എങ്ങനെ സമീപിക്കുന്നു എന്ന് നോക്കാം. ആദ്യം ഒരു പ്രധാന പശ്ചാത്തലം മനസ്സിലാക്കണം. പുരാതനകാലത്ത് ലോകത്തിലെ ഭൂരിഭാഗം സമൂഹങ്ങളും പുരുഷമേധാവിത്വ ഘടനകളിലായിരുന്നു എന്ന് ചരിത്ര പഠനങ്ങൾ കാണിക്കുന്നു. സ്വത്തവകാശം, യുദ്ധസംവിധാനം, കുടുംബ നിയമങ്ങൾ, രാഷ്ട്രീയ അധികാരം തുടങ്ങിയവ പലപ്പോഴും പുരുഷന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മതഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് അതേ സമൂഹങ്ങളിൽ തന്നെയായതിനാൽ ആ കാലത്തെ സാമൂഹിക ഘടനകൾ മതനിയമങ്ങളിൽ പ്രതിഫലിച്ചിരിക്കാം എന്നാണ് സാമൂഹ്യശാസ്ത്രവും ആന്ത്രോപോളജിയും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മതത്വശാസ്ത്രപരമായ ഒരു പ്രധാന വാദം നോക്കാം. ചില മതപഠന ഗവേഷകർ പറയുന്നത് മതഗ്രന്ഥങ്ങളുടെ കേന്ദ്ര സന്ദേശം കരുണയും നീതിയും മനുഷ്യനെ വിലമതിക്കുന്ന ധാർമ്മികതയുമാണ് എന്നാണ്. അവർ പറയുന്നത് ആ കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ കാരണം നിയമങ്ങൾ പൂർണ്ണ സമത്വത്തിലേക്കെത്തിയില്ലെങ്കിലും വലിയ ധാർമ്മിക ദിശ അതിലേക്കായിരുന്നു എന്നാണ്. സമൂഹം മാറിയപ്പോൾ ആളുകൾ ഈ ഗ്രന്ഥങ്ങളെ വീണ്ടും വായിക്കുകയും സമത്വത്തെ കൂടുതൽ ശക്തമായി വ്യാഖ്യാനിക്കുകയും ചെയ്തുവെന്നാണ് അവരുടെ വിശദീകരണം. പക്ഷേ ഇതിനെതിരെ ശക്തമായ വിമർശനാത്മക അക്കാദമിക് സമീപനവും നിലനിൽക്കുന്നു. ഫെമിനിസ്റ്റ് തിയോളജി, ജെൻഡർ സ്റ്റഡീസ്, ക്രിട്ടിക്കൽ റിലീജിയൻ സ്റ്റഡീസ് എന്നീ മേഖലകളിലെ ചില ഗവേഷകർ പറയുന്നത് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി കാണാത്ത സമത്വം പിന്നീട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ മൂല്യങ്ങൾ പഴയ ഗ്രന്ഥത്തിലേക്ക് ചേർക്കുന്നതാകാം എന്നാണ്. അവർ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഒരു ഗ്രന്ഥത്തിൽ ഇല്ലാത്ത ആശയം, ആന്തരിക സന്ദേശം എന്ന് എങ്ങനെ ഉറപ്പിക്കാം? ഈ വിമർശനമാണ് ഇന്ന് വലിയ അക്കാദമിക് ചർച്ചകളിൽ ഒന്നായി തുടരുന്നത്. ഇപ്പോൾ പ്രധാനമായ ചോദ്യത്തിലേക്ക് വരാം. സ്ത്രീ സമത്വത്തെക്കുറിച്ച് വിശ്വാസികളുടെ വാദമാണോ കൂടുതൽ ശക്തം, അല്ലെങ്കിൽ വിമർശകരുടെ വാദമാണോ കൂടുതൽ ശക്തം എന്ന് അക്കാദമിക് തലത്തിൽ പറയാൻ പറ്റുമോ? അക്കാദമിക് ലോകം ഒരൊറ്റ അന്തിമ വിധി പറയുന്നില്ലെങ്കിലും താരതമ്യമായി വിലയിരുത്തൽ ചെയ്യുന്നു. ചരിത്ര പഠനം, സമൂഹശാസ്ത്രം, ജെൻഡർ സ്റ്റഡീസ്, ആന്ത്രോപോളജി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഗവേഷകർ പറയുന്നത് മതഗ്രന്ഥങ്ങളിലെ ലിംഗ അസമത്വം പുരാതന മനുഷ്യസമൂഹങ്ങളുടെ ഘടനയുടെ പ്രതിഫലനം ആയിരിക്കാം എന്ന വിമർശനാത്മക വാദം വിശദീകരണശേഷി കൂടുതലുള്ള സമീപനമാണ് എന്നാണ്. കാരണം ഈ വാദം നേരിട്ട് ചരിത്ര തെളിവുകളെയും സാമൂഹിക സാഹചര്യങ്ങളെയും ആശ്രയിക്കുന്നു. വ്യത്യസ്ത മതങ്ങളിലും സമാന പാറ്റേൺ കാണപ്പെടുന്നത് ഇതിന്റെമായി പല ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഈ സമീപനം മുന്നോട്ട് വയ്ക്കാൻ അധികമായി അനുമാനങ്ങൾ ചേർക്കേണ്ടതില്ല എന്നതും അക്കാദമിക് ശക്തിയായി കണക്കാക്കപ്പെടുന്നു. അതേസമയം വിശ്വാസികളുടെ മതത്വശാസ്ത്രപരമായ വാദം പൂർണ്ണമായി തള്ളിക്കളയപ്പെട്ടിട്ടില്ല. അവർ പറയുന്നത് ഗ്രന്ഥങ്ങളെ വാക്കുകൾ മാത്രം നോക്കാതെ ആന്തരിക ധാർമ്മിക ദിശയിലൂടെ വായിക്കണം എന്നാണ്. പക്ഷേ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമീപനം പലപ്പോഴും കൂടുതൽ വ്യാഖ്യാനപരമായ അനുമാനങ്ങൾ ആവശ്യപ്പെടുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, ആന്തരിക ദിശ എന്താണെന്ന് നിർണ്ണയിക്കാൻ വ്യക്തമായ ഏകമാനദണ്ഡമില്ലെന്നാണ് ചില ഗവേഷകരുടെ അഭിപ്രായം. അതിനാൽ അക്കാദമിക് നിലപാട് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വിമർശകരുടെ ചരിത്ര സാമൂഹ്യശാസ്ത്ര അടിസ്ഥാനമുള്ള വാദം പല അക്കാദമിക് മേഖലകളിലും താരതമ്യമായി കൂടുതൽ ശക്തവും വിശദീകരണശേഷിയുള്ളതുമായ സമീപനമായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ അതുകൊണ്ട് വിശ്വാസികളുടെ വാദം പൂർണ്ണമായും അസാധുവാണ് എന്ന് അക്കാദമിക് ലോകം പ്രഖ്യാപിക്കുന്നില്ല. രണ്ട് സമീപനങ്ങളും വ്യത്യസ്ത ചട്ടക്കൂടുകളിൽ തുടരുന്ന ബൗദ്ധിക ചർച്ചകളായി നിലനിൽക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ മതഗ്രന്ഥങ്ങൾ മനുഷ്യസമൂഹത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാകാം എന്ന് പറയുന്ന വിമർശനാത്മക സമീപനം ഇന്ന് പല അക്കാദമിക് മേഖലകളിലും കൂടുതൽ ശക്തമായി തോന്നുന്നു. എന്നാൽ മതത്വശാസ്ത്രം അതിനെ ആത്മീയ അർത്ഥത്തിന്റെ വളർച്ചയായി കാണാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് നിലപാടുകളും തമ്മിലുള്ള ചർച്ച തന്നെയാണ് ഇന്നത്തെ മതപഠനത്തിലെ വലിയ വിഷയങ്ങളിൽ ഒന്ന്. ഇത്തരം അക്കാദമിക് വിഷയങ്ങൾ കൂടുതൽ അറിയാൻ ചാനൽ പിന്തുടരുക. കൂടുതൽ അക്കാദമിക് വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ.